ഞാനിവിടെ എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു ബീട്രൂട്ടും ക്യാരറ്റും വെച്ചുള്ള ഒരു തോരനാണ് കാണിക്കാൻ പോകുന്നത്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചേ. അതിനുശേഷം ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഞാൻ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. കൊച്ചുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നീളത്തിനാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. കൊച്ചുള്ളിയൊക്കെ മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഇട്ടിട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ക്യാരറ്റ് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബീട്രൂട്ട് ഇട്ടിട്ട് അതിനുശേഷം ഞാൻ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ ഈ പരുവാവുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എല്ലാം ഒന്ന് നല്ല രീതിയിൽ വെന്തോന്നും കൂടി നമ്മൾ നോക്കണേ. എന്നിട്ട് കുറച്ചു നേരം വേവാനായിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത് നന്നായിരിക്കുവേ. ഞാൻ അങ്ങനെ കുറച്ചു നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അടച്ചു വെച്ച് കഴിഞ്ഞ് അത് വെന്തു എന്ന് കണ്ടതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ.